നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്കും എം വിൻസെന്റിനുമെതിരെ സമാന പരാതികൾ വന്നപ്പോൾ എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. കോൺഗ്രസിന്റെ അന്നത്തെയും ഇന്നത്തെയും നിലപാട് ശരിയെന്ന വാദം തന്നെയാണ് അവരുടെ ഇരട്ടത്താപ്പ് പുറത്താക്കുന്നത്. കൊച്ചി സ്വദേശിയായ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരട് പോലീസാണ് എം മുകേഷ് എം.എൽ.എക്കെതിരെ കേസെടുത്തത്. മുകേഷ് എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസിന്റെ നിലപാട് കൂടിയാണ് ഇവിടെ ചർച്ചയാകുന്നത്. എൽദോസ് കുന്നപ്പള്ളി, എം വിൻസെന്റ് എന്നീ എം.എൽ.എമാർക്കെതിരെ പീഡന പരാതിയിൽ കേസെടുത്തിരുന്നു. എന്നാൽ ഇവർ രാജിവെക്കേണ്ടതില്ല എന്നാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തത്. പക്ഷേ എം.എൽ.എ. ഭരണപക്ഷ പാർട്ടിയിൽ നിന്നാണെങ്കിൽ ഉടൻ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണം. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ലൈൻ. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അവർക്കെതിരായിട്ട് ആദ്യം നടപടിയെടുത്തതിന് ശേഷം ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയാണ് ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം വരുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി ഈ ആരോപണത്തിന് ഒരു മറുവശം ഉണ്ടെന്ന് വ്യക്തമാക്കിയ വിധിയാണ്. അപ്പോൾ അതുമായിട്ട് അതൊരു ഡിഫൻസ് അല്ല. ആ കേസ് ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. എൽദോസ് കുന്നപ്പള്ളി എം.എൽ.എ. ശാരീരികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതി നൽകിയ പരാതിയിൽ കോവളം പോലീസ് കേസെടുക്കുകയും കുന്നപ്പള്ളിക്കെതിരായി കുറ്റപത്രം സമർപ്പിക്കുക വരെ ചെയ്തിരുന്നു എന്നതാണ് കാണേണ്ടത്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ എം.എൽ.എക്ക് പിന്നീട് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാലാണ് അറസ്റ്റ് ഒഴിവായതുപോലും. എം വിൻസെന്റ് എം.എൽ.എയും സമാനമായ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ്. ആ കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലും. ഇതിലൊന്നും പ്രതിപക്ഷം ധാർമ്മിക പ്രശ്നം പോലും കണ്ടില്ലേ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.